തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂരിൽ നമുക്കറിയാം 4 പേരാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത്, പക്ഷേ 8 പേരാണ് കോൺഗ്രസ്സിനുണ്ടായിരുന്നത്. പക്ഷെ ഒരു രാത്രിക്ക് രാത്രി അവർ മറുകണ്ഠം ചാടിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ബി ജെ പിയിലേക്ക് പോയില്ല, പക്ഷേ ഇവരിൽ തന്നെയുള്ള ഒരു സ്വതന്ത്രനെ യഥാർത്ഥത്തിൽ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയും അത് 4 പേരെ ബി ജെ പിയോട് ചേർന്നുകൊണ്ട് മത്സരിപ്പിക്കുകയും ജയിപ്പിക്കുകയൊക്കെ ചെയ്തത് നമുക്കറിയാം. അപ്പോൾ അതുമായി ഉണ്ടായിട്ടുള്ള വിവാദങ്ങളൊന്നും തന്നെ തീർന്നിട്ടില്ല എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ തീരാതിരിക്കുന്ന ഘട്ടത്തിൽ വലിയ തോതിൽ ഒറ്റച്ചാട്ടത്തിന് വേണമെങ്കിൽ ഞാൻ പലവട്ടം നിങ്ങളോട് പറഞ്ഞാണ്, ഗോവിന്ദ മാഷൊക്കെ ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞ പോലെ പ്രവർത്തക സമിതി അംഗം മുതൽ യഥാർത്ഥത്തിൽ പഞ്ചായത്ത് മെമ്പർമാർ വരെ ഒറ്റച്ചാട്ടത്തിന് ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പറഞ്ഞുകൊണ്ടിരുന്നതിനൊക്കെ തന്നെ വളരെ വിദഗ്ധമായും വളരെ ഏതാണ്ട് ഈ പറയുന്ന പോലെ നേരിടാനൊക്കെ കൃത്യമായിട്ട് കോൺഗ്രസ്സിന് കഴിഞ്ഞിരുന്നു, യു ഡി എഫിനൊക്കെ തന്നെ. പക്ഷേ അങ്ങനെ കോൺഗ്രസ്സിന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ബീഹാറിൽ ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാരെയും നേതാക്കന്മാരെയും പോലും ഞെട്ടിക്കുന്ന ഒരു വലിയ മറ്റത്തൂർ മാറ്റൊലി യഥാർത്ഥത്തിൽ യു ഡി എഫിൻ്റെ അവിടെ കോൺഗ്രസിൻ്റേത് അവിടെ ബീഹാറിലുണ്ടായിട്ടുള്ളത്. കാരണം ബീഹാറിൽ യഥാർത്ഥത്തിൽ 6 MLA-മാരെ ജയിപ്പിച്ചെടുക്കാനാണ് കോൺഗ്രസ്സിന് കഴിഞ്ഞിരുന്നുള്ളൂ. കാരണം കോൺഗ്രസ് വലിയ തോതിൽ നേട്ടമുണ്ടാക്കുമെന്നൊക്കെ ആദ്യഘട്ടങ്ങളിൽ വിചാരിച്ചെങ്കിലും വലിയ അടപടലം തകർന്നടിയുന്നൊരു കാഴ്ചയാണ് കണ്ടത്. അതിൻ്റെ അനാലിസിസൊക്കെ ഞാൻ കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വലിയ തോതിൽ ഈ കൃത്യമായി പറഞ്ഞാൽ ചിരാഗ് പാസ്വാൻ്റെ പാർട്ടി അങ്ങോട്ട് ചേർന്നപ്പോൾ തന്നെ ഇവർ വലിയ വിജയമുണ്ടാകും, സ്വീപ്പുണ്ടാകുമെന്ന് വിചാരിച്ചതാണ്. പിന്നെ കൂടാതെ ബീഹാറിൽ 10,000 രൂപ വീതം ഓരോ വീട്ടമ്മക്കും കൊടുക്കുന്ന പദ്ധതിയൊക്കെ കൂടി വന്നപ്പോൾ അത് ഏതാണ്ട് പരിപൂർണമായി. അപ്പോൾ അങ്ങനെ വലിയ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വലിയ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത്. തേജസ്വി യാദവിന് കഴിഞ്ഞ തവണ തേജസ്വി യാദവിൻ്റെ പാർട്ടിയായിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി. നിങ്ങൾ ആലോചിക്കണം, 75 സീറ്റുകളിലവരായിരുന്നു, 74 സീറ്റുകളിൽ ബി ജെ പി ആയിരുന്നു. പക്ഷെ അതെല്ലാം പോയിക്കൊണ്ട് ഇത്തവണ JDU പോലും വലിയ നേട്ടമുണ്ടാക്കി. കാരണം കഴിഞ്ഞ തവണ ചിരാഗ് പാസ്വാൻ്റെ പാർട്ടിയാണ് JDUവിൻ്റെ വോട്ട് കട്ടറായി മാറിയതും JDUവിന് വലിയ തകർച്ചകൾ നേരിട്ടതും. അപ്പോൾ JDU വലിയ നേട്ടമുണ്ടാക്കി. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ജനതാദൾ യുണൈറ്റഡിനോ ബി ജെ പിക്കോ ഭരിക്കാൻ വേണ്ടി വേറെ MLA-മാരുടെ ഒന്നും ആവശ്യമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ആവശ്യമൊന്നും ഇല്ലെങ്കിൽ പോലും അവിടെ നിലവിലുണ്ടായിരുന്ന കോൺഗ്രസ്സിലെ 6 MLA-മാർ, അതിൽ 5 പേർ ഹിന്ദുക്കളാണ്, അതിലൊരാൾ മുസ്ലിമാണ്. അപ്പോൾ 6 MLA-മാർ കൂടി കൃത്യമായിട്ട് JDUവിൻ്റെ ജനതാദൾ യുണൈറ്റഡിൻ്റെ ഒപ്പം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു. ജനതാദൾ യുണൈറ്റഡിൻ്റെ ഒപ്പം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയേണ്ടത് യഥാർത്ഥത്തിൽ അവിടെ NDA-യുടെ ഒപ്പം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു. ജനതാദൾ യുണൈറ്റഡ് തന്നെ ഇനി എത്ര കാലമുണ്ട് എന്ന് നമുക്കറിയില്ല. കാരണം അവിടെ നിതീഷ് കുമാറിൻ്റെ കാലം കഴിഞ്ഞാൽ ഒരുപക്ഷെ ജനതാദൾ യുണൈറ്റഡിനെ അങ്ങനെ തന്നെ ബി ജെ പി വിഴുങ്ങാനാണ് സാധ്യത. എങ്കിൽ വലിയ മജോറിറ്റിയിലേക്ക് ബി ജെ പി ഒറ്റയ്ക്ക് എത്തുകയും ബി ജെ പിയോട് ഒറ്റയ്ക്ക് ഭരിക്കാവുന്ന ഭൂരിപക്ഷത്തിലേക്ക് എത്തുകയും ചെയ്യും എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 5-6 MLA-മാരും കൂടി ഒരുമിച്ചാണ് പോകുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ കൂറുമാറ്റം പോലും അവിടെ നിയമം ഇവർക്ക് പ്രശ്നമാകാൻ സാധ്യതകളില്ല. എന്ന് പറഞ്ഞാൽ ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കണം, ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി എത്രത്തോളം വലിയ കഠിനാധ്വാനമാണ് രാഹുൽ ഗാന്ധിയൊക്കെ വേർപ്പൊഴുക്കിയത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കുക. കഠിനാധ്വാനമാണ് നടത്തിയത്, എത്രമാത്രം വേർപ്പൊഴുക്കി അദ്ദേഹം എന്നുള്ളത് നിങ്ങൾ അറിയായിരിക്കും. കാരണം ഈ തേജസ്വി യാദവും ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും കൂടി അവിടെ ബീഹാറിനെ തന്നെ ഇളക്ക് മറിച്ചുകൊണ്ട് യാത്ര നടത്തുകയും ലക്ഷക്കണക്കിന് ആളുകൾ യാത്രകളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കോൺഗ്രസ്സിന് വേണ്ടി ജയിച്ചിട്ടുള്ള MLA-മാർ തന്നെ അങ്ങോട്ട് മാറിപ്പോകുന്നത്. അവിടെ പിന്നെ MLA-മാർ മാറുന്നതും കൂറുമാറുന്നതൊന്നും വലിയ പ്രശ്നമല്ല. കാരണം നമ്മുടെ നിതീഷ് കുമാർ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തന്നെ ഏതാണ്ട് ഇപ്പോൾ 9 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞു. കാരണം ഇന്ന് രാത്രി പുള്ളി ബി ജെ പിയുടെ ഒപ്പം ഇരിക്കും, നാളെ പുള്ളി തേജസ്വി യാദവിൻ്റെ ഒപ്പം ഇരിക്കും, പിന്നെ ബി ജെ പിയുടെ ഒപ്പം ഇരിക്കും. അങ്ങനെ മാറുന്നതിനൊന്നും അവർക്ക് വലിയ പ്രശ്നമില്ല. പിന്നെ അവിടുത്തെ MLA-മാരുടെയൊക്കെ സ്ഥിതി കഷ്ടമാണ്. മധുബൻ എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ മത്സരിച്ച MLA-ഒക്കെ സീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ റോട്ടിൽ കിടന്ന് കൈകാലിട്ടടിക്കുന്നതും ഷർട്ടുകളൊക്കെ വലിച്ചീറി പോകുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. കൂടാതെ കോൺഗ്രസും ഈ പറയുന്ന തേജസ്വി യാദവിൻ്റെ RJD-യും ഒക്കെ ആയിട്ട് അവിടെ സ്ഥലങ്ങളിൽ സൗഹൃദ മത്സരവും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് 6 പേര് ജയിച്ചത്. 6 പേരിൽ 5 പേർ ജയിച്ചത് ഹിന്ദുക്കളാണ്, ഒരാൾ ജയിച്ചത് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ 40%-ലധികം 42% മുസ്ലിങ്ങളുള്ള ഒരു മണ്ഡലത്തിൽ നിന്നാണ് ഇദ്ദേഹം ജയിച്ചു വന്നത്. അവിടെ നിന്ന് അങ്ങനെ ജയിച്ചു വന്നിട്ടുള്ള ഏക വ്യക്തി ഇദ്ദേഹമാണ്. യഥാർത്ഥത്തിൽ മറ്റുള്ള മണ്ഡലങ്ങളിലെല്ലാം ഈ മുസ്ലിം വലിയ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിലെല്ലാം അസദുദ്ദീൻ ഒവൈസിയുടെ ആളുകളൊക്കെയാണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അവിടെ മുസ്ലിം ഭൂരിപക്ഷമുള്ള ആളുകൾ ബി ജെ പിക്കെതിരെയും NDA-ക്കെതിരെയും വോട്ട് ചെയ്ത ആൾ കൂടി അടക്കം നിങ്ങൾ അറിയേണ്ടത് എന്ത് ചെയ്യുകയാണ്, കോൺഗ്രസ്സിലേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പിന്നെ എങ്ങനെയാണ്
കോൺഗ്രസിനെ വിശ്വസിക്കുക എന്ന് പറയുന്ന വലിയൊരു ചോദ്യത്തിന് നേരത്തെ പറഞ്ഞ ഗോവിന്ദമാഷൊക്കെ പറഞ്ഞ പോലെ ആ ഒരു വിവാദത്തിന് വീണ്ടും കോൺഗ്രസ് മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരൊറ്റച്ചാട്ടത്തിന് അർജുൻ സിംഗ് മുതൽ അതുപോലെ നമ്മുടെ ശശി തരൂർ അടക്കമുള്ള ആളുകൾ മുതൽ പ്രവർത്തക സമിതി അംഗങ്ങൾ മുതൽ യഥാർത്ഥത്തിൽ മറ്റത്തൂരിലെ പഞ്ചായത്ത് മെമ്പർമാർ വരെ മാറും എന്ന് പറയുന്നതിലേക്ക് ഇനിയിപ്പോൾ ബീഹാറിലെ MLA-മാർ കൂടി മാറിയത് യഥാർത്ഥത്തിൽ വലിയ ആരോപണമായി ഉന്നയിക്കും. വലിയ തലവേദനയാണ് ഇത് നാഷണൽ ലെവലിൽ കോൺഗ്രസിന് ഉണ്ടാകുന്നത്. കാരണം BJP എതിർക്കാൻ കോൺഗ്രസിൻ്റെ MP-മാർക്കോ MLA-മാർക്കോ എങ്ങനെ വോട്ട് ചെയ്യുമെന്ന് പറയുന്ന ചോദ്യത്തിന് കൂടി മറുപടി പറയേണ്ട ഒരു ദുരവസ്ഥയിലേക്കാണ് കോൺഗ്രസ് എത്തിച്ചേർന്നിട്ടുള്ളത്. കോൺഗ്രസ് ഇവിടെ നിലനിൽക്കണമെന്നും കോൺഗ്രസ് വളരണമെന്നും BJPയെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പാർട്ടി കോൺഗ്രസ് ആണ് എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. പക്ഷേ ഇത് കോൺഗ്രസിന് ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ് എന്ന് പറയാതെ വയ്യ.